എൻ്റെ 13 വയസ്സിൽ തുടങ്ങിയ കടൽ പ്രവൃത്തിയാണ്. ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 30 വർഷത്തിന് മേലായി. ഇത് ഞങ്ങൾക്ക് ഇവിടെ രാത്രി അന്തി ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര ഭീഷണിയിലാണ് കടലിൻ്റെ. ഇപ്പോൾ വീട്ടുകളിലേക്കൊക്കെ വെള്ളം അടിച്ച് കയറിണ്ടിരിക്കുക. അതിന് സത്വര നടപടി ഗവൺമെൻറ് സ്വീകരിച്ചേ പറ്റുള്ളൂ. കടലാക്രമണം നേരിടുന്ന പാലപ്പെട്ടി പ്രദേശത്ത് ശാശ്വതവും ശാസ്ത്രീയവുമായ കടൽഭിത്തി സ്ഥാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി. കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സർക്കാർ വകയിരുത്തിയ 10 കോടി രൂപയുടെ കടൽഭിത്തി നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിക്കാത്തതിലും കെട്ടിയ കടൽഭിത്തി നിർമ്മാണം ശാസ്ത്രീയവും ശാശ്വതവുമായ രീതിയിൽ നിർമ്മിക്കാത്തതിലും പ്രതിഷേധിച്ച് നാട്ടുകാരെ സംഘടിപ്പിച്ച് വെൽഫെയർ പാർട്ടി സമരത്തിന് നേതൃത്വം നൽകുമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി KV സഫീർ ഷാ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കടലാക്രമണമുണ്ടായ പാലപ്പെട്ടി, അജ്മീർ നഗർ, ബീച്ച്, തണ്ണിത്തുറ, വെളിയങ്കോട്, പത്തുമുറി എന്നീ പ്രദേശങ്ങൾ സന്ദർശിക്കുകയായിരുന്നു KV സഫീർ ഷായും പാർട്ടി പ്രവർത്തകരും. അജ്മീർ നഗറിലേക്കുള്ള ഏക തീരദേശ റോഡാണ് ഇപ്പോൾ 2 അടി മാത്രം അവശേഷിക്കുന്ന രൂപത്തിൽ കടലെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 12 അടിയോളം വീതിയുള്ള ഈ റോഡ് ഇപ്പോൾ 2 അടി മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു 1.5 കൊല്ലം 2 കൊല്ലം മുമ്പ് ഇങ്ങോട്ടുള്ള പ്രവേശന കവാടത്തിൽ ആ റോഡ് ഇതുപോലെ വെള്ളം കയറി തകരുകയും അജ്മീർ നഗറിലേക്കുള്ള പ്രവേശനം കംപ്ലീറ്റ് നിൽക്കുകയും ചെയ്തതിന് ശേഷം പഞ്ചായത്ത് മറ്റിടപെട്ടിട്ടാണ് അപ്പോൾ ആ പാലം പോലെ ഒന്ന് ഉയർത്തി കെട്ടിയിട്ട് ഇങ്ങോട്ടേക്കുള്ള റോഡ് പണിതത്. ഇപ്പോൾ ഈ റോഡ് ഇതുപോലെ ഇവർ കല്ലിട്ട് ശരിയായ രൂപത്തിൽ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പിക ഇപ്പോൾ ഇവർക്ക് നഷ്ടം വരില്ലായിരുന്നു. ഈ റോഡിനെ സംരക്ഷിക്കാൻ സാധിച്ചില്ല. ഈ റോഡിനപ്പുറം വീടുകളുണ്ടായിരുന്നു. ആ വീടുകളെല്ലാം കഴിഞ്ഞ വർഷത്തെ ഈ കടൽക്ഷോഭത്തിൽ വെള്ളം കയറി നശിക്കുകയും അവരൊക്കെ ഇന്ന് വഴിയാധാരമായിട്ട് താമസിക്കാനിടമില്ലാതെ പല സ്ഥലങ്ങളിലായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. അവർക്ക് വാടക കൊടുക്കാൻ പോലും സാധ്യമല്ല. അത്ര ജോലിയില്ലാത്ത ആൾക്കാർ വീടും നശിച്ചു, അവർക്ക് താമസിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയിൽ എത്രയോ വീടുകൾ ഈ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ വീടുകളും കടലെടുത്തു പോയി. ആളുകൾക്ക് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇവിടെ കടലാക്രമണം നേടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കടൽഭിത്തി സ്ഥാപിക്കുന്ന വിഷയത്തിലൊക്കെയും വളരെ അശാസ്ത്രീയമായ രീതികളും അഴിമതിയും നിറഞ്ഞ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തീരമേഖലയിലെ വീടുകളിലേക്ക് വെള്ളം കയറിയതുമൂലവും കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാലും 50ഓളം കുടുംബങ്ങളാണ് ബന്ധുവീട്ടിലേക്ക് താമസം മാറിയത്. കടൽഭിത്തി ഇല്ലാത്തതാണ് വീടുകളിലേക്ക് വെള്ളം കയറാൻ കാരണം. പത്തുമുറി മുതൽ കാപ്പിരിക്കാട് 4 കിലോമീറ്റർ നീളത്തിലാണ് ഭിത്തി തകർന്നത്. വാഗ്ദാനമല്ലാതെ കടപ്പുറത്ത് ഒരു കല്ലുപോലും ഇട്ടിട്ടില്ലെന്നും താൽക്കാലികമായി ഷെൽട്ടറോ വാടകയോ നൽകുന്നില്ലെന്നും തീരദേശവാസികൾ നേതാക്കളോട് പരാതി പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി, CV ഖലീൽ, നൌഷാദ് യാഹു, മുസ്തഫ, സുലൈമാൻ, ഹംസ, സുബൈദ, മൈമുന, മജീദ് പാലപ്പെട്ടി എന്നിവർ സന്ദർശനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊന്നാനി. ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം. ചാസിയ സിൽക്സ്, വളാഞ്ചേരി.